ഷെയ്ൻ നിഗത്തിന്റെ കരിയറിൽ 25ാമത് ചലച്ചിത്രമായിട്ടിറങ്ങിയ ബൾട്ടി ഉണ്ണി ശിവലിംഗം എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം. ഷെയ്ൻ നിഗം, ശാന്തനു, ഭാഗ്യരാജ്, പൂർണിമ, ഇന്ദ്രജിത്ത്, സെൽവരാഘവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചലച്ചിത്രം. രസകരമായ ചലച്ചിത്രം ഇപ്പോൾ സോണി ലിവിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ഈ സിനിമയുടെ വിശദമായ കഥ ഒന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 4 കൂട്ടുകാരിൽ നിന്നുമാണ്. ഉദയൻ, കുമാർ, രമേശ്, മണി. അവരെല്ലാവരും അന്നൊരു ഉത്സവം നടക്കുന്നിടത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. പ്രത്യേകം ലക്ഷ്യം തന്നെയുണ്ട്. ആ വീടിനകത്തെത്തിപ്പെടുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുക. കൂട്ടായ്മയിലും മികച്ച നീക്കങ്ങളിലും തങ്ങളുടെ ശത്രുവായ ആ മനുഷ്യനെ അവർ വെട്ടിവീഴ്ത്തി. പിന്നാലെ പുറത്തിറങ്ങി വേഗം വസ്ത്രവും ആയുധങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ആരംഭിച്ചു. തങ്ങൾ കൊല്ലാൻ വന്ന വ്യക്തിയുടെ കൊലപാതകം പൂർത്തിയായപ്പോൾ തങ്ങളുടെ പ്രതികാരം അവിടെ അവസാനിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആരെയാണ് അവർ കൊന്നത്, എന്തിനാണ് അവർ കൊന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ 6 മാസം മുന്നിലേക്ക് പോകണം. വേലൻപാളയം എന്ന പ്രദേശത്തായിരുന്നു ബൾട്ടി എന്ന് എല്ലാവരും വിളിക്കുന്ന ഉദയനും ഡാഷ് എന്നിവരും വിളിക്കുന്ന കുമാറും കൂട്ടുകാരായ രമേശും മണിയും ഒന്നിച്ചു ജീവിച്ചിരുന്നത്. കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു പ്രദേശമാണ് അവിടം. ജാതീയമായ വ്യത്യാസങ്ങൾ നിലകൊള്ളുന്ന ഇടം. അന്ന് വേലൻപാളയത്തിലെ കോളനിയിലെ ചില കുട്ടികൾ വേലപ്പിരിവിനായി കൊട്ടിയും പാടിയും ചുറ്റി നടക്കുകയായിരുന്നു. അവർ ഒരു വലിയ വീട്ടിലെത്തി. അവിടുത്തെ പ്രധാന വ്യക്തിക്ക് കുട്ടികളുടെ ആ വരവത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മറ്റൊരാൾ കുട്ടികളെ അകത്തേക്ക് വിളിക്കുകയും അവരോട് കൊട്ടാൻ പറയുകയും അവർക്കായി പണം നൽകാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ പണം വാങ്ങാൻ പോയ കുട്ടി തന്റെ കാൽ തെറ്റി വീണു. അവിടുത്തെ ഭിത്തിയിൽ കയ്യിലുണ്ടായിരുന്ന കരി പുരണ്ടു. ആ വീട്ടിലെ പ്രധാന വ്യക്തിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അയാൾ ആ കുട്ടിയെ മർദ്ദിച്ചു. അതോടെ കുട്ടികളും അവരും തമ്മിൽ പ്രശ്നമായി. കുട്ടികൾ തിരികെ പോയി തങ്ങളുടെ കോളനിയിലെ പ്രധാനപ്പെട്ട ആളുകളായ കുമാറിനോടും ഉദയനോടും മറ്റും ഈ വിവരം അറിയിച്ചു. കുമാറും ഉദയനും സംഘവും ഒട്ടും മടിച്ചില്ല. മേത്തൊക്കെ കരിവാരിപ്പുരട്ടി കുട്ടികളെയും കൂട്ടി നേരെ ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ മുഴുവൻ പ്രശ്നമുണ്ടാക്കുകയും കയ്യിൽ കരിപുരട്ടി പതിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ അവിടെ വലിയൊരു അടി തന്നെ നടന്നു. അടിയിലും മുന്നിട്ട് നിന്നത് ഉദയനും സംഘവും തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് പോലീസ് എത്തി ഉദയനെയും സംഘത്തെയും പിടിച്ചുകൊണ്ടുപോയി. ഇതൊരു പ്രശ്നമാക്കേണ്ടെന്ന മട്ടിൽ മധു എന്ന പേരുള്ള ആ വ്യക്തിയോട് പറയുകയും ചെയ്തു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും പോലീസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഉദയനും സംഘവും വീണ്ടും അങ്ങോട്ടേക്ക് എത്തി. വാട്ടർ ബലൂണുകളിലായി കരി നിറച്ചുകൊണ്ടുവന്നിരുന്ന അവർ അതാ വീട്ടിലേക്ക് എറിഞ്ഞു. വീട് മുഴുവൻ കരി പിടിച്ചു. പോലീസ് പിന്നാലെ അവരുടെ പിന്നാലെ എത്തിയെങ്കിലും അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരുന്നു. വൈകാതെയായിരുന്നു അവർക്കൊരു കബഡി മത്സരം വന്നത്. അവരെല്ലാവരും പ്രധാനപ്പെട്ട കബഡി പ്ലേയേഴ്സ് ആയിരുന്നു. പഞ്ചമി എന്നൊരു ക്ലബ്ബ് പോലും അവർക്കുണ്ട്. പഞ്ചമി ക്ലബിന്റെ ഭാഗമായി പോർത്താമരൈ ടീമിനെതിരെയായിരുന്നു അവരുടെ കബഡി മത്സരം. വാശിയേറിയ പോരാട്ടം നടന്നു. പോർത്താമരൈ ടീം കുറച്ച് റൂഡായിട്ടാണ് കളിച്ചതെങ്കിലും തങ്ങളുടെ മികവ് കൊണ്ട് പഞ്ചമി ടീം വിജയിച്ചു. കബഡിയിൽ ബൾട്ടിയടിച്ച് വിജയം നേടാനുള്ള ഉദയന്റെ കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതായിരുന്നു. അവരുടെ ടീമിന്റെ ഒത്തൊരുമ കൊണ്ടും ഉദയന്റെയും ഡാഷിന്റെയും മികവ് കൊണ്ടുമായിരുന്നു ആ ഗെയിമിൽ അവർക്ക് വിജയിക്കാനായത്. ആ 4 കൂട്ടുകാരും എപ്പോഴും ഒന്നിച്ചായിരുന്നു. ഉദയന് അമ്മ മാത്രമേയുള്ളൂ. കുമാരനാകട്ടെ മറ്റാരും തന്നെയില്ല. അവരെല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു. സന്തോഷത്തോടെ നാളുകൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. ഉദയന് മാർക്കറ്റിൽ പൂകെട്ടുന്ന ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയമുണ്ട്. കാവേരി എന്നാണ് അവളുടെ പേര്. അവളെ കാണുവാൻ സ്ഥിരമായി അവൻ മാർക്കറ്റിൽ പോകും. മറ്റൊരു കടയിൽ മട്ടൻ കൊടുക്കാൻ എന്ന വ്യാജേനയാണ് ആ പോക്ക്. എന്നിരുന്നാലും കാവേരി അവനെ കാണുമ്പോ മുഖം തിരിച്ചിരിക്കാറാണ് പതിവ്. കാവേരിക്കും അവനോട് ചെറിയ പ്രണയ താല്പര്യമുണ്ട് എന്നവളുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ടെങ്കിലും ഉദയൻ നോക്കുമ്പോ അവൾ അവന് മുഖം കൊടുക്കില്ല. ഉദയനാകട്ടെ പ്രണയത്തിൽ വിജയിക്കാനുള്ള തന്റെ ശ്രമങ്ങൾ മുന്നോട്ട് തുടർന്നു പോരുകയും ചെയ്തു. കഥ അവിടെ നിന്നും പോർത്താമരൈ ഫിനാൻസിലേക്ക് തിരിയുന്നു. വേലൻപാളയത്ത് പ്രധാനമായി നടക്കുന്ന ക്രൂരമായ ഒരു ബിസിനസ് ഉണ്ട്. വട്ടിപ്പലിശ ബിസിനസ്. അവിടുത്തെ പ്രധാന ഗുണ്ടകൾ അടക്കി ഭരിക്കുന്ന ഒരു മേഖല. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഭൈരവൻ. പോർത്താമരൈ ഭൈരവൻ എന്നാണ് അയാളെ അവരും അറിയുന്നത്. പോർത്താമരൈ ഫിനാൻസിന്റെ ഉടമ. നാട്ടിലുള്ളവർക്കൊക്കെ അയാൾ കടം കൊടുക്കും. പക്ഷേ കടം കൊടുക്കുന്നത് എക്സൽ വട്ടി, ജംബോ വട്ടി എന്നൊക്കെ പേരിട്ട് കൊള്ളപ്പലിശയ്ക്കാണ്. ജനങ്ങൾക്ക് പണം തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ കുടുംബത്തിലെ ആണിനെ ഭൈരവന്റെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുവരും. പിന്നീട് മർദ്ദിച്ച് നഗ്നനാക്കി മുറിയിൽ പൂട്ടിയിടും. കുറച്ചു കഴിഞ്ഞ് അയാളുടെ ഭാര്യയെയും കുട്ടിയെയും കൂടി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. നഗ്നനായി തന്നെ അയാളെ അവരുടെ മുന്നിലേക്ക് ഇറക്കി വിടും. തന്റെ കുട്ടിയുടെ മുന്നിൽ പോലും തന്റെ നഗ്നത അങ്ങനെ വെളിപ്പെടുന്നത് കണ്ട് അപമാന ഭാരത്താൽ ആ മനുഷ്യനുരുകും. ഇതെല്ലാം ചെയ്യിക്കുന്നത് ഭൈരവനാണെങ്കിലും താനിതൊന്നും അറിഞ്ഞിട്ടില്ല. തന്റെ ഗുണ്ടകളാണിത് ചെയ്യിക്കുന്നത് എന്ന ഭാവത്തിലായിരിക്കും
അവിടെ നിൽക്കുക, മുതലും പലിശയും തരാൻ ചെറിയൊരു അവധി കൂടി കൊടുത്ത് ഒടുവിൽ ഭൈരവൻ അവരെ പറഞ്ഞയക്കും. കൂട്ടത്തിൽ അവരോട് ദയ കാണിക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്യും. അത്രയ്ക്കും ക്രൂരനായിരുന്നു അയാൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൈരവനെതിരെ ഒരു കേസ് പോലുമില്ല. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മറ്റും എല്ലാത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോന്നിരുന്നു. ഭൈരവന് പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്റെ പോർത്താമരൈ കബഡി ടീമായിരുന്നു. ഭൈരവന്റെ അനിയനാണ് പോർത്താമരൈ ടീമിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. തുടർച്ചയായി പരാജയങ്ങൾ മാത്രമായിരുന്നു ഭൈരവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നിരുന്നാലും കബഡി പ്ലേയേഴ്സിനെ ആരെങ്കിലും ചീത്ത പറയുന്നതോ മർദ്ദിക്കുന്നതോ ഭൈരവൻ ഇഷ്ടവുമായിരുന്നില്ല. അതേ നാട്ടിൽ തന്നെയായിരുന്നു പ്രദീപ് എന്ന മറ്റൊരു കബഡി പ്ലെയർ ഉണ്ടായിരുന്നത്. പ്രദീപ് ഭൈരവന്റെ അടുത്തു നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ ഉദയൻ പ്രണയിക്കുന്ന കാവേരിയുടെ സഹോദരനായിരുന്നു പ്രദീപ്. അന്നൊരു ദിവസം കബഡിക്കളിയൊക്കെ കഴിഞ്ഞ് പ്രദീപ് വീട്ടിലെത്തുമ്പോ ഭൈരവിന്റെ ആളുകൾ പലിശ പിരിക്കാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കളിച്ചു കിട്ടിയ പണം പ്രദീപ് അങ്ങനെ തന്നെ എടുത്ത് അവർക്ക് കൊടുത്തു. കാവേരി അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചെങ്കിലും പ്രദീപ് ഒന്നും തന്നെ വിട്ടുപറഞ്ഞില്ല. ഭൈരവനെ പറ്റി പറഞ്ഞല്ലോ, പോർത്താമരൈ ഭൈരവനോട് വലിയ ദേഷ്യവും വിദ്വേഷവുമുള്ള മറ്റൊരു പ്രധാന ഗ്യാങ്സ്റ്റർ അതേ നാട്ടിലുണ്ടായിരുന്നു. സോഡബാബു എന്നായിരുന്നു അയാളുടെ പേര്. സോഡബാബുവും വട്ടിപ്പലിശക്കാരനാണ്. പക്ഷേ സോഡബാബുവിന്റെ ലക്ഷ്യം കോളേജ് പിള്ളേർ മാത്രം. 5000 വരെയുള്ള സംഖ്യകളെ വട്ടിപ്പലിശയ്ക്കായി കൊടുക്കൂ. മേടിക്കുന്ന തുകയുടെ കൃത്യം പകുതി പലിശയായി തിരികെ കൊടുക്കണം. ചെറിയ എമൗണ്ട് ആണെങ്കിലും ആവശ്യക്കാർ ഏറെയായതുകൊണ്ട് സോഡബാബുവിനും വലിയ വരുമാനം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ വണ്ടി സീസിംഗും മറ്റുമായി മറ്റ് പരിപാടികളും. സോഡബാബുവിന്റെ അപ്പൻ പെരുമാൾ ആ നാട്ടിലെ പ്രധാന ഗ്യാങ്സ്റ്റർ ആയിരുന്നു. പെരുമാളിനെ കൊന്നാണ് ഭൈരവൻ ഇന്ന് ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സോഡബാബുവും ഭൈരവനും തമ്മിൽ വലിയൊരു വിദ്വേഷം തന്നെയുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉദയനും സംഘവും അവിടെ പോർത്താമരൈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. പഞ്ചമി ടീമിന് വെളിയിൽ കളിക്കാൻ അവർക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. സോഡബാബുവിന്റെ ടീമിൽ കളിക്കാനാണ് അവരെ വിളിച്ചിരിക്കുന്നത്. കുമാറാകട്ടെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യാതെ 10,000 രൂപ പ്രതിഫലവും പറഞ്ഞുറപ്പിച്ച് സോഡബാബുവിനോട് കളിക്കാൻ വരാമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഉദയനെയും മറ്റു കൂട്ടുകാരെയും സമ്മതിപ്പിക്കാൻ കുമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുമാറിന്റെ ഒറ്റയ്ക്കുള്ള ഈ തീരുമാനമെടുക്കൽ ഉദയനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് കുമാറിനൊപ്പം നിൽക്കാനായിരുന്നു ഉദയനും മറ്റും തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്താണ് അവർ കഴിഞ്ഞ കബഡി മത്സരത്തിൽ തോൽപ്പിച്ച പോർത്താമരൈ ടീം അവിടെ വരുന്നത്. അതിന്റെ ചുരുക്ക് അവർക്ക് പഞ്ചമി ടീം അംഗങ്ങളായ ഉദയനോടും കുമാറിനോടും മറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി അവരെ അവിടെയിട്ട് മർദ്ദിക്കാൻ അവരൊരു പദ്ധതിയിട്ടു. 1-2 പ്രാവശ്യം സാമ്പാറും കറികളും മറ്റും ചോദിച്ചപ്പോ അവരവരെ ഇട്ടൊന്ന് ചൊറിയുകയും ചെയ്തു. അതോടെ ഉദയന് കാര്യം മനസ്സിലായി. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഫൈറ്റ് ആയിരുന്നു. ഫൈറ്റിൽ ഉദയനും സംഘവും പോർത്താമരൈ ടീമിനെ അടിച്ചൊതുക്കി. പിന്നാലെ അവർ വണ്ടിയെടുത്ത് നേരെ പോർത്താമരൈ ഫിനാൻസിയേഴ്സിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ ഭൈരവനും സംഘവുമെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പിലെത്തി കളിക്കളത്തിലുള്ളത് കളിക്കളത്തിൽ തീർക്കണമെന്നും അല്ലാതെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയല്ല വേണ്ടതെന്നുമൊക്കെ ഉദയനും കുമാറുമടക്കം ഭൈരവനടുക്കൽ ആക്രോശിച്ചു പറഞ്ഞു. പക്ഷേ ഭൈരവൻ ഈ നടന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ തന്റെ വലങ്കയായ വ്യക്തിയിൽ നിന്നും ഭൈരവൻ വിവരങ്ങൾ മനസ്സിലാക്കി. കളിക്കളത്തിൽ തീർക്കേണ്ടത് കളിക്കളത്തിൽ തീർക്കാതെ പുറത്തങ്ങനെ ചെയ്ത പ്രവൃത്തി മോശമാണെന്ന് ഭൈരവനും അവരോട് പറഞ്ഞു. പിന്നാലെ അവർക്ക് ബഹുമാനം കൊടുത്ത് അവരെ വിളിച്ചിരുത്തി ഭൈരവൻ സംസാരിച്ചു. തന്റെ ടീം വിജയിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്ന ഭൈരവൻ അവർക്ക് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. അവർ പുറത്തു കളിക്കുമെങ്കിൽ അവർക്ക് നല്ലൊരു തുക പ്രതിഫലം നൽകാം എന്നായിരുന്നു അത്. അപ്പോഴാണ് കുമാർ മറ്റൊരു ടീമിന് കളിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന കാര്യം പറയുന്നത്. അവർ തരുന്നതിനേക്കാൾ ഇരട്ടി തരാമെന്നും പിന്നീടത് 3 ഇരട്ടി തരാമെന്നും ഭൈരവൻ പറഞ്ഞതോടെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് കുമാർ ബാക്കിയുള്ളവരെയും കൂട്ടി പുറത്തിറങ്ങി. സോഡബാബുവിന്റെ ടീം 10,000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3 ഇരട്ടി ഭൈരവൻ തരും. ഒടുവിൽ കുമാർ തന്നെ എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിച്ചു. അങ്ങനെ പോർത്താമരൈ ടീമിൽ കളിക്കാൻ അവർ തയ്യാറായി. ഭൈരവനും തങ്ങളുടെ പിള്ളേരാണ് അവരെന്ന് പറഞ്ഞ് അവരെ ടീമിലേക്ക് സ്വാഗതം ചെയ്തു. പക്ഷേ അധികം വൈകാതെ ഒരു ബെറ്റിംഗ് മാച്ച് വരുന്നുണ്ട് എന്ന കാര്യം അപ്പോഴാണ് വെളിപ്പെടുന്നത്. എതിരാളികളാകട്ടെ സോഡബാബുവിന്റെ ടീമായ ഷോ ബോയ്സും. അത് കേട്ടതും അവർ ചെറുതായൊന്ന് ഞെട്ടി. നേരത്തെ സോഡബാബുവിന് വേണ്ടി കളിക്കുമെന്നവർ പറഞ്ഞിരുന്നതാണല്ലോ. ഇപ്പോ അവർക്ക് ഓപ്പോസിറ്റായി ഇതാ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നു. എന്നിരുന്നാലും പോർത്താമരൈ ടീമിന്റെ ഭാഗമായി മുന്നോട്ട് പോവാനായിരുന്നു അവർ തീരുമാനിച്ചത്. സോഡബാബുവിന്റെയും ഭൈരവന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ ഇവരുടെ കൂട്ടത്തിൽ വട്ടിപ്പലിശ ബിസിനസ് നടത്തുന്ന മറ്റൊരു ഗ്യാങ്സ്റ്റർ സംഘത്തിന്റെ നേതാവ് കൂടിയുണ്ട്. ജീമ. ഒരു കാലത്ത് ലൈംഗിക തൊഴിലാളിയായിരുന്നു എന്ന് പറയപ്പെടുന്ന ഗൗരി അവിടെ എത്തി. ഗൗരി ഫിനാൻസ് തുടങ്ങി അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വട്ടിപ്പലിശ
പലിശ ബിസിനസ്സും ഗൗരി നടത്തുന്നുണ്ട്. ജോലിക്കാരായ സ്ത്രീകളാണ് ഗൗരിയുടെ പ്രധാന ടാർഗറ്റ്. അടവ് മുടങ്ങിയാലോ മറ്റോ ഗൗരി പറയുന്നത് ആ സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരും. ഈ 3 ഗ്യാങ്സ്റ്റർ നേതാക്കളും തമ്മിൽ ഒരു മത്സരം തന്നെയുണ്ട്. കൂട്ടത്തിൽ വീറും വൈരാഗ്യവും. ഗൗരിയും സോഡാബാബുവും തമ്മിൽ ആ പ്രദേശത്തെ ഒരു പ്രധാന ലാൻഡിനെ പറ്റി ചൊല്ലി ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഭൈരവനെതിരെ അധികാരമാണ് ജീമ നോക്കുന്നതെങ്കിൽ സോഡാബാബുവിനൊപ്പം പ്രധാനപ്പെട്ട ഒരു ലാൻഡിനായിട്ടാണ് ജീമയുടെ മത്സരം. അങ്ങനെ അന്ന് ആ കബഡി ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്. പോർത്താമരെ ടീമും ഷോ ബോയ്സും തമ്മിൽ. അവിടെ ജീമയും സോഡാബാബുവും ഭൈരവനും എത്തിച്ചേർന്നിരുന്നു. പോർത്താമരെ ടീമിന് വേണ്ടി കളിക്കാൻ ഉദയനും കുമാറും മണിയും രമേശും ഇറങ്ങി. സോഡാബാബു അവരെ നോക്കിക്കണ്ടിരുന്നു. വൈകാതെ വീറോടെ വാശിയോടെ ഇരു ടീമുകളുടെയും മത്സരം ആരംഭിച്ചു. മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ സോഡാബാബുവിന്റെ ടീം മുന്നിട്ട് നിന്നെങ്കിലും പിന്നീട് ഉദയുടെയും സംഘത്തിന്റെയും മികച്ച പെർഫോമൻസിൽ ടീം തിരികെ കയറി വന്നു. ടീമിലെ മികച്ച കളിക്കിടയിൽ കുമാറിനെയും മറ്റും ജീമ നോക്കിക്കാണുകയും ആരാണെന്ന് തന്റെ അസിസ്റ്റന്റിനോട് ചോദിക്കുക പോലും ഉണ്ടായി. ഒടുവിൽ മത്സരം അവസാനിച്ചപ്പോൾ 1 പോയിന്റ് നേട്ടത്തിൽ പോർത്താമരെ ടീം വിജയിച്ചു. അന്നവിടെ കളി കാണാൻ വേണ്ടി ഉദയന്റെ കാമുകിയായ കാവേരി എത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ കളി കാവേരിയെ കണ്ട് ഉദയനൊന്ന് ഉഴപ്പിയപ്പോ കാവേരി അവിടുന്ന് മാറി. കളി കഴിഞ്ഞപ്പോ ഉദയൻ കാവേരിയെ തിരയുകയായിരുന്നു. ഒടുവിൽ കാവേരി തന്നെ ഉദയന്റെ മുമ്പിലെത്തി. ഉദയനോട് ആദ്യമായിട്ട് അവൾ സംസാരിച്ചു. ഉദയൻ അവൾ സംസാരിക്കുന്നതിൽ തന്നെ വല്ലാത്തൊരു അങ്കലാപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ ഉദയന് സാധിച്ചില്ല. ഒടുവിൽ അവൻ തന്നെ പ്രണയിക്കുന്ന കാര്യം തനിക്കറിയാമെന്ന് കാവേരി അവനോട് വെളിപ്പെടുത്തി. കൂട്ടത്തിൽ താനാ കളി കാണാൻ വന്നത് അവനെ കാണാൻ വേണ്ടിയാണെന്നും കാവേരിയും തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് ഉദയൻ അവിടെ വെച്ച് തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഉദയന്റെ പ്രണയകാലത്തിലെ വസന്തമായിരുന്നു. സന്തോഷത്തോടെ ഉദയൻ കാവേരിക്കൊപ്പം സഞ്ചരിച്ചു. പക്ഷെ പിന്നീടാണ് ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. ഭൈരവന്റെ ഒരു വണ്ടി സോഡാബാബു സീസ് ചെയ്തു വെച്ചിരുന്നു. അത് തിരികെ എടുക്കാൻ പോയ ഭൈരവന്റെ ആളുകളെ സോഡാബാബുവും ആളുകളും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. അതിനു പിന്നിലുള്ള കാരണമാകട്ടെ ഉദയനെയും കുമാറിനെയും സംഘത്തെയും ചുറ്റിപ്പറ്റിയാണുള്ളത്. നേരത്തെ അവരുടെ ടീമിൽ കളിക്കാമെന്ന് കുമാർ വാക്കുകൊടുത്തതാണല്ലോ. അത് തെറ്റിച്ച് അവർ പോർത്താമരെ ടീമിൽ വന്ന് കളിച്ചു. അതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് സോഡാബാബു ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത്. അക്കാര്യം ഭൈരവന്റെ വലങ്കൈ ഭൈരവനെ അറിയിച്ചു. ഭൈരവനും വലിയ ദേഷ്യത്തിലാണ്. ആ വില്ലീസ് മോഡൽ ജീപ്പ് മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് ഭൈരവൻ പറഞ്ഞുറപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് കുമാറും ഉദയനും സംഘവും എത്തുന്നത്. അവര് സോഡാബാബുവിന്റെ ടീമിൽ കളിക്കാമെന്ന് പറഞ്ഞിരുന്നോ എന്ന മട്ടിൽ ഭൈരവന്റെ വലങ്കൈ അവരോട് ചോദിച്ചു. അവർ ഒന്ന് പരിങ്ങി പിന്നാലെയുള്ള കാര്യം പറഞ്ഞു. വാക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂവെന്ന്. അവര് കാര്യങ്ങൾ അറിഞ്ഞതും തങ്ങൾ കാരണം ഒരു പ്രശ്നം വേണ്ടെന്നും സോഡാബാബുവിനോട് തങ്ങൾ സംസാരിച്ച് വണ്ടി തിരിച്ചെടുത്തു കൊണ്ടുവരാം എന്നും കുമാർ പറഞ്ഞു. പുറത്തിറങ്ങിയതും അതിന്റെ പേരിൽ ഉദയൻ കുമാറിനോട് ദേഷ്യപ്പെട്ടു. ഒറ്റയ്ക്ക് നീ ഇങ്ങനെ തീരുമാനമെടുത്തത് ശരിയായില്ല എന്ന് സൂചിപ്പിച്ചു. പിന്നാലെ കൂട്ടുകാരനാണല്ലോ പറഞ്ഞത്, തങ്ങൾ കാരണം ഇനിയൊരു പ്രശ്നം വേണ്ട എന്ന് കരുതി ഉദയനും സംഘവും കൂടി കുമാറിനൊപ്പം സോഡാബാബുവിന്റെ അടുത്തേക്ക് പോയി. സോഡാബാബുവുമായി നല്ല രീതിയിൽ സംസാരിച്ച് വണ്ടി തിരികെ വാങ്ങി വരാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ സോഡാബാബു അവരെ വലിയ രീതിയിൽ അപമാനിച്ചു. മേശപ്പുറത്തേക്കിട്ട താക്കോലെടുത്താൽ കുമാറിന്റെ കൈവെട്ടിയേക്കാൻ തന്റെ ഒരാളോട് പറയുകയും ചെയ്തു. അതോടെ സോഡാബാബുവിനെതിരെ തിരിച്ചടിക്കാൻ കുമാറും ഉദയും സംഘവും തീരുമാനിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. ആ കനത്ത ഫൈറ്റിനൊടുവിൽ സോഡാബാബുവിനെയും ആളുകളെയും അടിച്ചൊതുക്കി വണ്ടിയുമെടുത്ത് ഉദയും സംഘവും തിരികെ ഭൈരവന്റെ അടുത്തെത്തി. അവരുടെ ആ വരവ് ഭൈരവനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. ഭൈരവൻ ഉടൻ തന്നെ അവരെയും കൂട്ടി മറ്റൊരിടത്തേക്ക് പോയി. തന്റെ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക്. പോർത്താമരെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഭൈരവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദയനും കുമാറും സംഘവും തന്റെ കൂടെ നിന്നാൽ ഈ വണ്ടികൾ പോലെ തനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും വലിയ രീതിയിൽ വളരാൻ കഴിയും എന്നും ഭൈരവൻ അവരോടായി പറഞ്ഞു. ബാങ്കിന്റെ അവസാനഘട്ട പ്രവർത്തനത്തിന് 1-2 അപ്രൂവൽ കൂടി വേണമായിരുന്നു. അതിനായിട്ടാണ് ഭൈരവൻ കാത്തുനിൽക്കുന്നത്. പിന്നാലെ അവർ കൊണ്ടുവന്ന ആ വില്ലീസ് ജീപ്പ് ഭൈരവൻ അവർക്കായി തന്നെ നൽകി. ഇന്നു മുതൽ അവരും നമ്മുടെ ആളുകളാണ് എന്ന് ഭൈരവൻ പ്രധാന കയ്യാളിനോട് പറയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഭൈരവൻ അവരെ തന്റെ കയ്യാളുകളായി ഉപയോഗിക്കാൻ തുടങ്ങി. പലിശ പിരിക്കാനും വണ്ടി പിടിച്ചെടുക്കാനുമൊക്കെയായിരുന്നു ഭൈരവൻ അവരെ പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. കളിക്കായി അങ്ങോട്ടേക്കെത്തിയ അവർ കളിയെല്ലാം വിട്ട് ഭൈരവന്റെ ഗുണ്ടകളായി മാറി. ഭൈരവനായി നിരവധി വണ്ടികൾ അവർ പിടികൂടി. ഭൈരവന്റെ ബിസിനസ് വലിയ രീതിയിൽ വളർന്നു. ഉദയനും സംഘവും ഭൈരവന്റെ കൂടെ കൂടിയതൊക്കെ ചെയ്യുന്നത് കാവേരി കാണുന്നുണ്ടായിരുന്നു. ഉദയൻ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ പോകുന്നത് കാവേരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാവേരിക്ക് ഉദയനോട് ദേഷ്യം പോലും തോന്നിയിരുന്നു. ഇതിനിടയിൽ സോഡാബാബു ആകട്ടെ
ആകട്ടെ ജീമ പണ്ട് തൊട്ടേ കണ്ണുവെച്ചിരുന്ന ആ ലാൻഡ് തന്റെ പേരിൽ സ്വന്തമാക്കി എങ്ങനെയും അത് തിരികെ പിടിക്കണം എന്ന് ജീമ അന്നേ ഉദ്ദേശിച്ചിരുന്നു. ഭൈരവന്റെ വളർച്ചയും ഇഷ്ടപ്പെട്ട സ്ഥലം കൈവിട്ടു പോയതുമെല്ലാം ചേർത്ത് ജീമ വല്ലാതെ നിരാശയിലാണ്ടു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഒന്ന് സംഭവിച്ചത്. ഭൈരവനിൽ നിന്നും ജംബോവട്ടിക്ക് പണം വാങ്ങിയിരുന്ന കാവേരിയുടെ സഹോദരൻ പ്രദീപിനെ തന്റെ തനതായ രീതിയിൽ ഭൈരവൻ ഉപദ്രവിച്ചു. നഗ്നനായി അയാളുടെ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ടു. ഉദയനും മറ്റും അവിടുണ്ടായിരുന്നു. അവർക്കും അത് തടയാൻ സാധിച്ചില്ല. ആ കാഴ്ച ഉദയനെ അപ്പാടെ ഞെട്ടിച്ചിരുന്നു. ഇത്രമേൽ ക്രൂരത അവിടെ നടക്കുന്നുണ്ടെന്ന് ഉദയൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നാലെ അവധി കൊടുത്ത് പ്രദീപിനെയും മറ്റും ഭൈരവൻ പറഞ്ഞയച്ചു. പക്ഷേ പുറത്തിറങ്ങിയതും അപമാനഭാരം സഹിക്കാനാവാതെ പ്രദീപ് ആത്മഹത്യാശ്രമം നടത്തി. വൈകാതെ അവൻ ആശുപത്രിയിലാക്കപ്പെട്ടു. അങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് ഉദയൻ ആ വിവരമറിയുന്നത്. പ്രദീപ് കാവേരിയുടെ സഹോദരനാണെന്ന കാര്യം. പ്രദീപിന്റെ കാലിന് സാരമായ പരിക്ക് പറ്റിയെന്നും അത് മുറിച്ചു കളയണമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതുകൂടി കേട്ടപ്പോ ഉദയൻ വല്ലാതെ ഷോക്ക്ഡായി. ഉദയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതായി പ്രദീപ് ഒരു പ്ലെയർ ആയിരുന്നു. കബഡി പ്ലെയർ. കാലില്ലാതെ അവന് കളിക്കാൻ പോലും കഴിയില്ല. അന്ന് രാത്രി കൂട്ടുകാരോടൊത്ത് സംസാരിക്കുമ്പോ ഇനി ഈ പരിപാടിക്ക് താനില്ലെന്ന് ഉദയൻ തീർത്തു പറഞ്ഞു. പക്ഷേ കുമാർ അപ്പോഴും ഭൈരവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം പോലും ഉണ്ടായി. താൻ എന്തായാലും ഇനിയില്ലെന്ന് ഉദയൻ തീർത്തു പറഞ്ഞു. ഉദയനൊപ്പം മണിയും രമേശും നിന്നു. കുമാർ ആ വിഷയത്തിൽ ഒറ്റപ്പെട്ടു. പക്ഷേ പ്രദീപിന്റെ ആ സംഭവത്തോടെ നാട്ടിലെങ്ങും ജനരോഷമുയർന്നിരുന്നു. അതോടെ വട്ടിപ്പലിശക്കാരുടെ കൊള്ള അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഓപ്പറേഷൻ കുബേര 2.0 ഇറക്കി. സോഡബാബുവിന്റെയും ജീമായുടെയും ഇടങ്ങൾ റെയ്ഡ് ചെയ്യപ്പെട്ടു. പണവും മറ്റു വസ്തുക്കളും കണ്ടെടുക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും പോർത്താമരൈ സേഫായി നിലകൊണ്ടു. തന്റെ രാഷ്ട്രീയ മികവുകൊണ്ടും സ്വാധീനം കൊണ്ടുമെല്ലാം ഭൈരവൻ ചെറുതായി രക്ഷപ്പെട്ടു നിന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം കുമാർ കാവേരിയെ കാണാനെത്തുന്നത്. കാവേരി പോർത്താമരയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഭൈരവനെ തന്റെ ബാങ്ക് തുറക്കാൻ സാധിക്കില്ല. കേസ് പിൻവലിക്കാൻ കുമാറിനെ ഭൈരവൻ കാവേരിക്കടുത്തേക്ക് പറഞ്ഞയച്ചതായിരുന്നു. കാവേരിയോട് കുമാർ സംസാരിച്ചു. കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഭൈരവന്റെ ആളുകൾ വരുമെന്നും അത് തടയാൻ ഉദയൻ ഇറങ്ങുമെന്നും വലിയ പ്രശ്നമാകുമെന്നുമൊക്കെയായിരുന്നു കുമാർ പറഞ്ഞത്. അത് കേട്ടതും കാവേരി ഒന്ന് ആലോചിച്ചു. കുമാറിനൊപ്പം ഭൈരവനെ കാണാൻ ചെല്ലാൻ കാവേരി സമ്മതിച്ചു. കാവേരിയുമായി കുമാർ ഭൈരവന്റെ ഓഫീസിലേക്ക് എത്തുമ്പോ കൂട്ടുകാരെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഉദയനും മറ്റൊരു കൂട്ടുകാരനും വന്നെത്തിയിരുന്നു. അവിടെ കാവേരിയെ കണ്ടതും ഇതെന്താണെന്ന് ഉദയൻ ചിന്തിച്ചു. പ്രശ്നമാകുമെന്ന് കണ്ടതും കുമാർ അതിൽ ഇടപെട്ടു. ഭൈരവന്റെ ആളുകൾ അവളുടെ വീട്ടിലേക്ക് അടിച്ചു കയറാൻ നിൽക്കുകയായിരുന്നു. അതറിഞ്ഞ നീ വന്ന് ഇടപെടും പ്രശ്നമാകും. അത് വേണ്ടെന്ന് വെച്ച അണ്ണനോട് സംസാരിക്കാമെന്ന് കരുതി ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്. കുമാർ ഉദയനോട് പറഞ്ഞു ഒന്നും വേണ്ടെന്നും കേസ് പിൻവലിക്കരുതെന്നും തിരിച്ചു പോകാനുമായിരുന്നു ഉദയൻ കാവേരിയോട് പറഞ്ഞത്. ഉദയനും ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് ചിന്തിച്ച കാവേരി ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ലെന്ന് പറഞ്ഞ് ഭൈരവനെ കാണാൻ അകത്തേക്ക് കയറി ചെന്നു. പിന്നാലെ ഉദയനും സംഘവും. ഭൈരവൻ ആവശ്യപ്പെട്ടിട്ടും താൻ കേസ് പിൻവലിക്കില്ലെന്ന് അവിടെ വെച്ച് കാവേരി തീർത്തു പറഞ്ഞു. അതോടെ തന്റെ ആളുകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കാവേരിയെ കൊണ്ട് ഒപ്പിട്ടു വാങ്ങാൻ ഭൈരവൻ ശ്രമിച്ചു. കാവേരിയുടെ കയ്യിൽ ഭൈരവന്റെ വലം കൈ കയറി പിടിച്ച് നിർബന്ധമായി അവളെ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ഉദയന് നോക്കി നിൽക്കാനായില്ല. ഉദയൻ കടന്നാക്രമിച്ചു. പിന്നെ അവിടെ അരങ്ങേറിയത് ശക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഫൈറ്റിനിടയിൽ അറിയാതെ ഉദയൻ ഭൈരവനെ അടിക്കുക പോലും ചെയ്തു. പിന്നാലെ കാവേരിയെയും കൂട്ടിക്കൊണ്ട് അവർ അവിടെ നിന്നൊരു തരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഉദയൻ തന്റെ മേൽ കൈവച്ചത് ഭൈരവനെ വല്ലാതെ വിറപ്പിച്ചു, വല്ലാതെ ചൊടിപ്പിച്ചു. ദേഷ്യം കൊണ്ട് അയാൾ ആളിക്കത്തി. ആരും അതുവരേക്കും ഭൈരവന്റെ മേൽ കൈവച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് അവിടെ എത്തിയ പ്രധാന രാഷ്ട്രീയക്കാരനും പോലീസ് ഉദ്യോഗസ്ഥനും തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും ബാങ്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി എന്നും ഭൈരവൻ ഉപദേശം കൊടുത്തു. ഭൈരവന്റെ വലങ്കയായ വ്യക്തിയാകട്ടെ തിളച്ചു നിൽക്കുകയായിരുന്നു. ഭൈരവൻ പക്ഷേ അവനെ ഒച്ചയെടുത്ത് വായടപ്പിച്ചു. ബാങ്കിന്റെ ഉദ്ഘാടനത്തിനു ശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നായിരുന്നു ഭൈരവന്റെയും തീരുമാനം. ഇതേസമയം മറുവശത്ത് നടന്ന കാര്യങ്ങൾ ജീമ അറിഞ്ഞിരുന്നു. ജീമ കുമാറിനെ വിളിപ്പിച്ചു. തന്റെ കൂടെ നിന്നാൽ താൻ അവരെ സംരക്ഷിക്കാം എന്ന് ജീമ പറഞ്ഞു. തങ്ങൾ പക്ഷേ ഇനി ആരുടെ കൂടെയും ഒന്നിനുമില്ലെന്നുമായിരുന്നു കുമാർ പറഞ്ഞത്. ആലോചിക്കാൻ പറഞ്ഞ് കുമാറിനെ ഇരുത്തിയ ശേഷം ജീമ പുറത്തു കടന്നു. ഇതേസമയം മറുവശത്ത് ഉദയനാകട്ടെ അമ്മയെ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ബസ്സിൽ കയറാൻ പോയ ഉദയന്റെ അമ്മയെ പിന്നിലൂടെ വന്ന് വാളുകൊണ്ട് ഒരാൾ വെട്ടി. അതാകട്ടെ സോഡാബാബുവിന്റെ ആളും. പക്ഷേ പിന്നെയാണ് വ്യക്തമാകുന്നത്
അറിയുന്നത് സോഡാബാബുവിന്റെ ആ ആളിനെ കൊണ്ട് ഉദയന്റെ അമ്മയെ വെട്ടിപ്പിച്ചത് ജീമ ആയിരുന്നു. ജീമ പിന്നിൽ നിന്നുകൊണ്ട് തന്ത്രമ്മനെ കളിക്കാൻ ആരംഭിച്ചിരുന്നു. വൈകാതെ ഉദയന്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവൻ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് കുമാറും അങ്ങോട്ടേക്കെത്തി ഉദയനെ ആശ്വസിപ്പിച്ചു. പിന്നാലെ ഉദയനെടുക്കൽ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് സോഡാബാബുവാണ് എന്ന കാര്യം പറഞ്ഞു. ജീമയാണ് തന്നോട് ഈ വിവരം പറഞ്ഞത് എന്നും കുമാർ പറഞ്ഞതും താൻ കണ്ട കാര്യങ്ങൾ ഉദയനും ആലോചിച്ചെടുത്തു. സോഡാബാബുവിന്റെ ആള് അമ്മയെ വെട്ടുന്നത് അവനും കണ്ടിരുന്നു. അതോടെ ആ വെറിയിൽ സോഡാബാബുവിനെ കൊല്ലണമെന്ന് ഉദയൻ തീരുമാനിക്കുകയാണ്. കൂട്ടുകാരും അവന്റെ കൂടെ നിൽക്കുമായിരുന്നു. കുമാർ പിന്നാലെ ജീമയെ വിളിച്ച് ജീമയുടെ സഹായം ആവശ്യപ്പെട്ടു. തങ്ങൾ ജീമയുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സോഡാബാബുവിനെ കൊല്ലുവാൻ വേണ്ട സഹായങ്ങൾ ജീമ അവർക്കായി ഒരുക്കി. അന്ന് ഉത്സവം നടന്ന സമയത്ത് അവർ പോയതും കൊന്നതും സോഡാബാബുവിനെയായിരുന്നു. സോഡാബാബുവിനെ കൊന്നുകഴിഞ്ഞ് എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ച് ശാന്തരായി അവർ റോഡരികിൽ നിൽക്കുമ്പോ അവരുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് ഒരു വണ്ടി കടന്നുപോയി. അതാകട്ടെ പോർത്താമരയുടെ ചിഹ്നമുള്ള വണ്ടിയും. അതോടെ ഭൈരവനും തങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്നവർ ചിന്തിച്ചു. പക്ഷേ അതും യാഥാർത്ഥ്യത്തിൽ ജീമയുടെ തന്നെ പണിയായിരുന്നു. ആ ദേഷ്യത്തിൽ പോർത്താമരയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ അവർ അവരുടെ പഴയ വഴിയായിരുന്നു ഉപയോഗിച്ചത്. ഭൈരവന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ബാങ്ക് അവർ ആക്രമിച്ചു. ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം ബാങ്ക് മുഴുവൻ അവർ കരിയോയിൽ ഒഴിച്ചു. പോർത്താമരൈ ഭൈരവൻ ഉദ്ഘാടന ദിവസം വലിയ തോതിൽ അതിന്റെ പേരിൽ അപമാനിക്കപ്പെടുകയാണ്. രാഷ്ട്രീയക്കാരും പോലീസുകാരും വരെ അയാളെ കുറ്റപ്പെടുത്തി. അതോടെ ഭൈരവന്റെ വെറി വലിയ രീതിയിൽ ആളിക്കത്തി. അവരെ കൊല്ലാൻ തന്നെ ഭൈരവൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിൽ ഇതൊക്കെ പ്രശ്നമാകുമെന്നറിഞ്ഞതും ജീമ അവരെ പൊള്ളാച്ചിയിലേക്ക് മാറ്റിയിരുന്നു. പൊള്ളാച്ചിയിലെത്തി പിന്നീട് ജീമ അവരെ കണ്ടു. അവരോട് സംസാരിച്ചു. സംസാരമധ്യേ കുമാറിന് ബന്ധുക്കളാരുമില്ലെന്നും അവൻ അനാഥനാണെന്നും ജീമ മനസ്സിലാക്കി. കുമാറുമായിട്ടായിരുന്നു ജീമ ഡീലുകൾ നടത്തിയത്. കുമാറിന്റെ കയ്യിൽ പണം ഏൽപ്പിച്ച് എത്രയും വേഗം അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് രക്ഷപ്പെട്ടു പോവാനും ആവശ്യപ്പെട്ടു. പിന്നാലെ ജീമ മടങ്ങി. പക്ഷെ അങ്ങനെ പോകാൻ ഉദയനും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ഉദയന്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുകയാണല്ലോ, താൻ എങ്ങോട്ടുമില്ലെന്ന് ഉദയൻ അവരോട് തീർത്തു പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നിച്ച് പോവാന്ന് തീരുമാനമെടുത്തതല്ലേ എന്ന് മട്ടിൽ കുമാർ ചോദിച്ചതും ഉദയൻ കുമാറിനോട് ദേഷ്യപ്പെട്ടു. നീയാണ് തീരുമാനമെടുത്തത്, നിന്റെ തീരുമാനങ്ങളാ എല്ലാരെയും ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചതും. അത് കേട്ടതും കുമാറിനും ദേഷ്യം വന്നു. അവർ തമ്മിൽ വാക്കുതർക്കം ആരംഭിച്ചു. പെട്ടെന്നാണ് കുമാറിനൊരു കോൾ വന്നത്. കോൾ എടുത്ത് കുമാർ പുറത്തേക്കിറങ്ങി. സമയം അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ജീമയായിരുന്നു കുമാറിനെ വിളിച്ചത്. കുമാറിനോട് അവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടോളാനും ഭൈരവൻ അവരെ കൊല്ലാൻ ആളെ ഇറക്കിയിട്ടുണ്ടെന്നും ജീമ കുമാറിനോട് പറഞ്ഞു. കുമാറിനോട് മാത്രം രക്ഷപ്പെടൂ എന്ന രീതിയിലായിരുന്നു ജീമയുടെ സംസാരം. ഇതേസമയം മറുവശത്ത് ഭൈരവന്റെ അനിയൻ മൂർത്തിയുടെ ഫോൺ കോൾ ഉദയനെ തേടിയെത്തി. തന്റെ ചേട്ടൻ അവരെ കൊല്ലാൻ ആളെ അയച്ചിട്ടുണ്ട്, ആളെ ഇറക്കിയിട്ടുണ്ടെന്ന കാര്യം അയാൾ ഉദയനെ അറിയിച്ചു. ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നും ഇല്ലെങ്കിൽ നീയൊക്കെ ചത്തുതൊല്ലാലും എനിക്കൊന്നുമില്ലെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലെ ഒരാൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെന്നും എന്നിട്ടും അവൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അവൻ കാരണമാണ് നിങ്ങൾ കൊല്ലപ്പെടാൻ പോകുന്നതെന്നും മൂർത്തി പറഞ്ഞു വെച്ചു. അത് ഉദയയിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിരുന്നു. പിന്നീട് ഉദയ റൂമിലെത്തിയിരുന്നു. ഉദയൻ കുമാറിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വൈകാതെ കുമാറും അങ്ങോട്ടേക്ക് വന്നു. എങ്ങനെ ഇക്കാര്യങ്ങൾ അവരോട് പറയുമെന്ന് കുമാറിന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. കുമാർ പറയാൻ വെമ്പൽ കൊണ്ടു നിൽക്കെ ഉദയൻ തന്നെ അവനോട് ചോദിച്ചു, എന്താടാ നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന്. കുമാർ പറഞ്ഞു തുടങ്ങാൻ പോയപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭൈരവന്റെ ആളുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഉറച്ച് അവിടെ വന്നവരെ അടിച്ചിട്ട് അവർ തെരുവിലേക്കൂടി. തെരുവിലും കനത്ത പോരാട്ടം നടന്നു. ഇതിനിടയിൽ ഭൈരവനും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. രണ്ടായി പിരിഞ്ഞ് അവർക്ക് രണ്ടു വഴിക്ക് ഓടേണ്ടി വന്നു. ഒടുവിൽ ഒരു വഴിക്ക് തിരിഞ്ഞോടിയ രമേശും കുമാറും ഭൈരവന്റെ ആളുകളുടെ കയ്യിലകപ്പെട്ടു. ഭൈരവനും അവിടെ എത്തി. മുന്നോട്ട് വന്ന ഭൈരവൻ ബന്ദിയായി നിന്നിരുന്ന അവർ നോക്കിക്കൊണ്ട് തന്റെ വലം കൈയായ മുത്തുവിനോട് പറഞ്ഞു, ജീമാക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്, കുമാറിനെ വെറുതെ വിട്ടേക്ക്. അപ്പോഴാണ് വ്യക്തമാകുന്നത് കുമാറിനെ വിടാൻ ജീമ ഭൈരവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഭൈരവനായിടം പറഞ്ഞുകൊടുത്തതും ജീമ തന്നെയായിരിക്കാം. കുമാറിന്റെ മുമ്പിൽ വെച്ച് രമേശിനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുത്തു. പക്ഷേ കുമാർ അതിന് നിന്നു കൊടുത്തില്ല. അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് രമേശുമായി രക്ഷപ്പെട്ടോടാൻ തുടങ്ങി. പക്ഷേ ഭൈരവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് രമേശ് ഞെട്ടിയിരുന്നു. അതിനെപ്പറ്റി രമേശ് കുമാറിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതൊന്നുമില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടോടാൻ കുമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഭൈരവനാകട്ടെ കത്തിയൊരു കോലിൽ വെച്ച് കെട്ടി ഒരു കുന്തം തന്നെ ഉണ്ടാക്കി. ഒടുവിൽ അത് വായുവിലേക്ക് വലിച്ചെറിഞ്ഞു. രമേശിന്റെ ശരീരത്തിലൂടെ അത് കുത്തിയിറങ്ങി.
ഇറങ്ങി. രമേശ് കൊല്ലപ്പെട്ടു. ഞെട്ടലോടെ കുമാർ അത് നോക്കിക്കണ്ടു. പിന്നാലെ അങ്ങോട്ടേക്ക് ഉദയും മണിയും കൂടി ഓടിയെത്തി. ഒരു തരത്തിൽ മൂവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ മൂവരും 3 വഴിക്ക് പിരിഞ്ഞിരുന്നു. ഭൈരവന്റെ കയ്യിൽ മണി പെട്ടു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭൈരവൻ മണിയെയും കൊലപ്പെടുത്തി. അത് കണ്ട് അങ്ങോട്ടേക്കെത്തിയ ബാൾട്ടി അവിടെ ഉണ്ടായിരുന്ന ഏവരെയും കൊന്നുതള്ളി. ഒടുവിൽ ഭൈരവനും ബാൾട്ടിയും അഥവാ ഉദയനും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ശക്തമായൊരു ഏറ്റുമുട്ടൽ. ഉദയൻ ആ നിമിഷത്തിൽ തന്റെ കബഡിക്കളി പോലെ എല്ലാം മാറ്റിമറിച്ചു. ഭൈരവന്റെ ഉടുവസ്ത്രം അഴിച്ചു. പിന്നാലെ ഭൈരവനെയും ഉദയൻ കൊന്നുതള്ളി. പിന്നാലെ തന്റെ കൂട്ടുകാരന്റെ ശരീരത്തിനടുത്തു വന്നിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് കുമാർ വന്നെത്തുന്നത്. ഭൈരവൻ കൊല്ലപ്പെട്ട് കിടക്കുന്നു കണ്ട് കുമാർ ഞെട്ടിനിന്നു. പിന്നാലെ മുത്തു ചാടി വീണ് കുമാറിന്റെ കഴുത്തിൽ കത്തിവെച്ചു. ഉദയൻ ആയുധമെടുത്ത് എഴുന്നേറ്റ് വന്നപ്പോ കുമാറിനെ താൻ കൊല്ലുമെന്ന് പറഞ്ഞ് മുത്തു ഭീഷണിപ്പെടുത്തി. പക്ഷെ ഉദയൻ പറഞ്ഞത് നിന്നെ വിടാം, കുമാറിനെ അങ്ങ് കൊല്ലാനായിരുന്നു. അവൻ കാരണമാണ് തങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്നും എല്ലാം നഷ്ടപ്പെട്ടതെന്നും ദേഷ്യത്തിൽ ഉദയൻ കുമാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതോടെ ഉദയനെ കൊല്ലാൻ മുത്തു ആയുധവുമായി പാഞ്ഞെടുത്തെങ്കിലും ഉദയൻ മുത്തുവിനെയും കൊന്നുതള്ളി. പിന്നാലെ ദേഷ്യത്തിൽ കുമാറിനെ കൊല്ലാൻ കുമാറിന് നേരെ ചെന്നെങ്കിലും ഉദയന് അതിന് സാധിച്ചില്ല. നടന്ന കാര്യങ്ങളോർത്ത് ഉദയൻ പൊട്ടിക്കരഞ്ഞു. കുമാറിനടുക്കൽ അവൻ കാരണമാണ് ഇതൊക്കെ നടന്നതെന്ന് എല്ലാ കാര്യങ്ങളും വെച്ച് ഉദയൻ എണ്ണി എണ്ണി പറഞ്ഞു. ഇനി തന്റെ കൺമുമ്പിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ ഉദയൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നാലെ അങ്ങോട്ടേക്ക് പോലീസും മറ്റും എത്തുന്നുണ്ടായിരുന്നു. എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് കുമാർ പോലീസിന് കീഴടങ്ങി. പിന്നാലെ കുമാർ ജീമയെ വിളിച്ചു. ജീമ വിചാരിച്ച പോലെ എല്ലാം നടന്നുവെന്ന് പറഞ്ഞു. ഞാൻ കുമാറിനെ രക്ഷിക്കാൻ മാത്രമാണ് നോക്കിയത് എന്നായിരുന്നു ജീമ പറഞ്ഞത്. പക്ഷേ ജീമയെ ഞെട്ടിച്ചുകൊണ്ട് പയ്യന്മാരല്ല തീർന്നതെന്നും ഭൈരവനാണ് തീർന്നതെന്നും കുമാർ വ്യക്തമാക്കി. ജീമ ഏറെ ഞെട്ടലോടെ അത് കേട്ടു. പിന്നാലെ ജീമയോട് കുമാർ ഒരു റിക്വസ്റ്റ് ചെയ്തു. എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഉദയന്റെ പേര് ഒരിക്കലും ഇതിൽ ഉൾപ്പെട്ട് പുറത്തു വരരുത്. നീ ജയിലിൽ കിടക്കേണ്ടവനല്ലെന്നും നീ എന്റെ കൂടെ നിൽക്കണമെന്നുമായിരുന്നു കുമാറിനോട് ജീമ പറഞ്ഞത്. കുമാർ മറുപടിയൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം ജീമയുടെ കൈകളിലെത്തി. ആ ബോർഡറിന്റെ അധികാരം ജീമ ഒറ്റയ്ക്ക് കൈയാളുമെന്ന് തീരുമാനിച്ചു. പിന്നീട് നാളുകൾക്ക് ശേഷം ഉദയൻ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ ചേരാനുള്ള ട്രെയിനിങ് ആരംഭിച്ചു. മറുവശത്ത് കുമാറാകട്ടെ ജീമയുടെ കൂടെ കൂടി ഒരു പ്രധാന ഗ്യാങ്സ്റ്ററായി മാറി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.